കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വീണ്ടും ഒരിക്കൽ കൂടെ മുക്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. സന്ധ്യാസമയത്ത് ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ വായിക്കുകയാണ്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുമ്പ് ചിന്തിച്ച വിഷയം തന്നെയാണ്. ഗലീലെ കാനാവിൽ ഒരു കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ പോരായി വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ വീഞ്ഞ് തീരും. അപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അടുത്ത് പറയുകയാണ്, ഇവർക്കവിടെ വീഞ്ഞ് തീരുകയാണ്, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമാണെന്ന് വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, കർത്താവ് വീഞ്ഞ് തീരുന്നതിന് മുമ്പാണ് മറിയ എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം തീർന്നു, എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി. അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. അപ്പോൾ ശുദ്ധീകരണ നിയമം അനുസരിച്ചെന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ പ്രത്യേകത, അവർ മിക്ക ആൾക്കാരും എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ കാല് കഴുകിയിട്ടാണ്, അല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയിട്ടാണ് ഭവനത്തിനകത്ത് കയറുന്നത്. അതുപോലെ വിസിറ്റേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ കുളിക്കാൻ മറ്റ് കാര്യങ്ങൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പാത്രങ്ങളുണ്ട്. അത് വീടിൻ്റെ പുറത്താണ് ഉള്ളത്. അത് കൽപ്പാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലും ആ പാത്രങ്ങൾ അങ്ങനെ ഭവനത്തിനകത്ത് വരുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലിൻ്റെ സ്ഥാനം എപ്പോഴും പുറംപറപ്പിൽ കിടക്കുന്ന കല്ലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ഈ കല്യാണ വീട്ടിൽ വീഞ്ഞ് കൊടുക്കേണ്ട സമയമായപ്പോൾ, വീഞ്ഞ് തീർന്ന് അടുത്തൊരു വീഞ്ഞ് ഉണ്ടാക്കേണ്ട സമയമായപ്പോൾ അനേക പാത്രങ്ങൾ, മാന്യതയുള്ള പാത്രങ്ങൾ, നല്ല വിലപിടിപ്പുള്ള പാത്രങ്ങൾ, ഹല്ലേലൂയ, ആ ഭവനത്തിനകത്തിരിക്കുമ്പോഴും യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ നിയമം അനുസരിച്ച് അവിടെ പുറംപറ കിടക്കുന്ന ആ കല്ലുകളോട് പറയുന്ന ആ കല്ല് അവർ നോക്കിയിട്ട് പറയണം, ആ കല്ലിൽ വെള്ളം നിറപ്പി. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, അവർ ആ യേശുവിൻ്റെ വാക്ക് കേട്ട് ആ കല്ലിൽ വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ ആ പച്ചവെള്ളം, ഗുണവും രുചിയും ഇല്ലാത്ത പച്ചവെള്ളം പെട്ടെന്നത് വീഞ്ഞായി തീരുവാൻ ഇടയായി തീർന്നു. സഹോദരങ്ങളെ, ഇന്ന് എനിക്ക് രാത്രി നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളും പുറംപറമ്പിൽ കിടന്ന ഒരു കല്ല് പോലെ ആർക്കും വേടാതെ മറ്റൊരു എങ്ങും ചെന്ന് കയറി ചെല്ലുവാനൊരു അർഹതയില്ലാതെ, അല്ലെങ്കിൽ ചർച്ചകളിലായിരിക്കാം, അല്ലെങ്കിൽ ഭവനക്കാരുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ കർത്താവ്, ആ കല്ലിനെ കണ്ട കർത്താവ് ആ ശുദ്ധീകരണത്തിനായി മറ്റൊരു വില എഴുതിയിരിക്കുന്ന കല്ലാണ്. ആ പാത്രത്തെ പറ്റി എല്ലാവരും പറയുന്നത്, അയ്യോ, ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പാത്രമാണ്, ഇത് പറമ്പിൽ കിടക്കുന്ന കല്ലാണ്, ഇതിനെ ഒരിക്കലും ഭവനത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നാണ് സകല മനുഷ്യരും പറയുന്നത്. എന്നാൽ യേശു പറയുകയാണ്, ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറപ്പി. സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മൾ പറയട്ടെ, നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ പുറത്തുകൊണ്ടെന്ന് മാനിക്കുന്ന ചില ദിവസങ്ങൾ, സാഹചര്യങ്ങൾ ദൈവം ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് പറഞ്ഞത്, ഈ കൽപ്പാത്രത്തിൽ വെള്ളം നിറപ്പി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെള്ളത്തിന് വലിയ ടേസ്റ്റോ രുചിയോ ഒന്നുമില്ല, വെറും പച്ചവെള്ളമാണ്. കർത്താവ് എൻ്റെ കരയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തെ വീര്യമുള്ള വീഞ്ഞാക്കി അനേകർക്ക് കുടിക്കുന്ന എളുപ്പമുള്ള അനുഗ്രഹിക്കപ്പെട്ട വീഞ്ഞാക്കി തീർത്തു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തെ നോക്കി എന്നെ ആർക്കും വേണ്ട, എന്നെ കൊള്ളത്തില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ആ വെള്ളത്തെ വീഞ്ഞാക്കി അനുഗ്രഹിച്ച ദൈവത്തിന് നിശ്ചയമായും നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും, അനുഗ്രഹിപ്പാൻ കഴിയും. അനേകർക്ക് ഗുണമുള്ള ശുശ്രൂഷ ഉള്ളവളാക്കി, ഹല്ലേലൂയ, കഴിവുള്ളവനാക്കി, കഴിവില്ലാത്തതെന്ന് ഭാരപ്പെടുന്നെങ്കിൽ കഴിവുള്ളവനാക്കി അനുഗ്രഹിക്കപ്പെട്ടവനായി എൻ്റെ ജീവിതം ശാപമാണോ, നശിക്കുമോ, എൻ്റെ ജീവിതം എന്തായിത്തീരും ചിന്തിക്കുന്നുവെങ്കിൽ ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ദൈവത്തിന് നിൻ്റെ ഭാവിയെ മാറ്റുവാൻ കഴിയും, നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും, നിൻ്റെ കുടുംബജീവിതത്തെ മാറ്റുവാൻ കഴിയും, നിൻ്റെ ജോലിയെ മാറ്റുവാൻ കഴിയും, നിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ, നിൻ്റെ ആത്മീയ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
നമുക്ക് ദൈവസന്നി വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ കൽപാത്രത്തെ അകത്തു കൊണ്ടുവന്ന ദൈവം, ആ വെള്ളത്തെ സ്ഥിതികളെ മാറ്റിയ ദൈവം, ആ ദൈവത്തെയാണ് നീയും ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ആ ദൈവം നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.